ഗൾഫിൽ ഇന്ത്യൻ തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി തുടരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാവും മൗനം പാലിക്കുന്നത്? ലുലു വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗൾഫിലെ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി വീണ്ടും വർദ്ധിക്കുകയാണ്. നേരത്തെ മന്ത്രി VK സിംഗ് സൗദിയിലെത്തിയിരുന്നു. അതിലൂടെ പരിഹരിക്കപ്പെട്ടത് കേവലം ഒരു കമ്പനിയിലെ മാത്രം പ്രശ്നങ്ങളാണ്. നിരവധി ജീവനക്കാരാണ് ഇന്നും ദുരിതപൂർണമായ ജീവിതം സൗദിയിൽ തുടരുന്നത്. സൗദിയിൽ മാത്രമല്ല UAE-യിലും പ്രതിസന്ധി അത്ര ചെറുതല്ല. ഇതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ഈ കണ്ണീരും വ്യതകളും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചവയല്ല. പൊള്ളുന്ന മരുഭൂമിയിൽ ചോര നീരാക്കി പണിയെടുത്തിട്ടും വേതനം നിഷേധിക്കപ്പെട്ടവരുടെ വേദനകളാണിത്. മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ പട്ടിണിയിലായ ദമാമിലെ അൽസാദ കമ്പനിയിലെ ജീവനക്കാരുടെ സമരവും UAE-യിലെ അജ്മാനിലെ മെർക്കുറി കമ്പനിയിലെ തൊഴിലാളികളുടെ ദുരിത ജീവിതവുമാണ് ഈ കാണുന്നത്. கரெக்டாக சம்பளம் வாங்கலை. ஊரில் என் தங்கச்சி கூட பிரசவம் அது கூட காசு அனுப்ப முடியல சார். தங்கச்சி படிச்சுட்டு இருக்கு, அது காசு அனுப்ப முடியல. எல்லாமே மாதம் வந்து பிரச்சனை தான் சார். ஒரு டைம் கூட ஊருக்கு கரெக்டாக காசு அனுப்பலை. ஒவ்வொரு டைம் இதே பிரச்சனை தான். ஒவ்வொரு மாதம் வந்தாலும் சரி, ஒவ்வொரு மாதம் 5ஆம் தேதி சம்பளம் போடுவாங்க, ஒரு மாதம் 25ஆம் தேதி போடுவாங்க, ஒரு மாதம் போடவே மாட்டாங்க. இதே பிரச்சனை தான். இப்போ 4 மாதம் ஆச்சு சுத்தமாக சம்பளம் போடுறான். ബിൻ ലാദൻ കമ്പനിയിലെയും ഓജർ കമ്പനിയിലെയും തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ സൗദിയിലെത്തിയ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി VK സിംഗിന്റെ ആദ്യ പ്രതികരണം സൗദിയിലെ തൊഴിൽ പ്രശ്നങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ പെരിപ്പിച്ചു കാണിക്കുന്നു എന്നായിരുന്നു. ഊതി വീർപ്പിച്ചതോ പെരിപ്പിച്ചു കാണിച്ചതോ എന്തുമാകട്ടെ, ശമ്പളം കിട്ടാതെ വലഞ്ഞിരുന്ന 1500-ലേറെ ഇന്ത്യൻ തൊഴിലാളികൾ നാടണഞ്ഞു കഴിഞ്ഞു. പെരിപ്പിച്ചു കാണിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന വാർത്ത കണ്ടിട്ടായാലും നമ്മുടെ രാഷ്ട്ര നേതാക്കൾ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഗൾഫിലേക്ക് വിമാനം കയറി എന്നത് തന്നെ വലിയ നേട്ടമാണ്. ഒട്ടും അതിനെ വില കുറച്ചു കാണുന്നില്ല. പക്ഷേ ഈ തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്തതെന്ന ചോദ്യം ബാക്കിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതിന് പുറമെ ഈ ഭക്ഷണത്തിന് പോലും ഒരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വിദേശകാര്യ സഹമന്ത്രിയുടെ ആ ഒരു വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു പ്രതീക്ഷ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയുണ്ടായെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എംബസിയോടും നമ്മുടെ എംബസിയെ സംബന്ധിച്ചിടത്തോളം എംബസിയുടെ ശ്രദ്ധയിൽ പോലും ഈ ഒരു വിഷയങ്ങളൊന്നും തന്നെ എത്തിയിട്ടില്ല. ദുരിതത്തിലായ തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് വിമാന ടിക്കറ്റ് നൽകിയതും മെഡിക്കൽ സംരക്ഷണം നൽകിയതുമെല്ലാം സൗദി സർക്കാരായിരുന്നു. ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ ചെയ്ത പോലെ സാമ്പത്തിക സഹായം എത്തിക്കാൻ നമ്മുടെ രാജ്യം മെനക്കെട്ടില്ല. ബിൻ ലാദനിലും ഓജറിലും ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ തൊഴിലാളികളുടെ യാതനകൾ. ഈ ആളുകളെല്ലാം തന്നെ ഏകദേശം 15, 20, 25 ഒക്കെ വർഷങ്ങളായി ഇത്തരം കമ്പനികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഖ്യ സർവീസ് മണിയായിട്ടും മറ്റുമൊക്കെ കിട്ടാൻ ഉള്ളവരുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയ ആളുകളാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ പോയിട്ട് ഈ ശമ്പളം തന്നെ യഥാർത്ഥത്തിൽ കൃത്യത്തിൽ കിട്ടാത്തൊരവസ്ഥയാണ് നിലവിൽ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് തെളിയിക്കുന്നതാണ് ദമാം ജുബൈ ഹൈവേയിൽ നടന്ന ഉപരോധം. മാസങ്ങളായി ശമ്പളം ലഭിക്കാത്ത ദമാം അൽസാദ കമ്പനിയിലെ തൊഴിലാളികൾ തെരുവിലിറങ്ങുകയായിരുന്നു. 10 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. പട്ടിണിയിലാണ് തങ്ങളെന്ന് ഈ തൊഴിലാളികൾ പറയുന്നുണ്ട്. அதனால் இப்போ சாப்பாட்டுக்கும் வழி இல்லை. இந்த கடையில் 6 மாதமாக சாப்பாடு கொடுத்துருக்காங்க. இப்போ அதையும் நிப்பாட்டிட்டாங்க. இப்போ அதில் 800 ரூபா சாப்பாடு காசு ஆயிடுச்சு. இப்போ அவங்களும் காசு பில்லு 1.5 ലക്ഷത്തിന് മേലെ ആയിடுச்சு. എണ്ണവിലയിടവ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണ്. കടക്കെണിയിലായ കമ്പനികളെ സഹായിക്കാൻ UAE പോലുള്ള രാജ്യങ്ങൾ പാപ്പർ നിയമങ്ങൾ വരെ ഭേദഗതി ചെയ്തിരിക്കുന്നു. കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് ഈ പ്രതിസന്ധി വ്യാപിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോഴും ഈ തൊഴിലാളികളെ പട്ടിണിയിൽ തള്ളിവിട്ട് തടി രക്ഷിക്കാൻ സ്ഥാപന ഉടമകളെ സഹായിക്കാൻ കഴിയുന്ന നിയമത്തിന്റെ പഴുത് എവിടെയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
ഈ കമ്പനികളുടെ നിയമ നടപടികളോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾക്കോ കാത്തു നിൽക്കാതെ തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ഈ തൊഴിലാളികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കേസുകളും മറ്റുകളും ഒക്കെ ഈ ഇവിടുത്തെ കോടതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അവരുടെ ന്യായമായ അവകാശങ്ങൾ അവർക്ക് കിട്ടേണ്ട സർവീസ് മണിയും മറ്റുമൊക്കെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് ഗൾഫ് രാജ്യമെടുത്താലും അവിടുത്തെ ഏറ്റവും വലിയ തൊഴിൽ സമൂഹം ഇന്ത്യക്കാരും മലയാളികളുമാണ്. ഈ രാജ്യങ്ങൾ പ്രതിസന്ധിയിൽ മുങ്ങുമ്പോൾ കൈകാലിട്ടടിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയായിരിക്കും. कुछ भी नहीं कर रहा है, जो भी है हमको इंडिया के गवर्नमेंट की तरफ से मोदी जी को बोलता है, सुषमा स्वराज जी को बोलता है, ये कंपनी से हमको हटाओ. साबाज में कोई भी कंपनी में नहीं रहना चाहता है. പ്രതിസന്ധിയിലാകുന്ന കമ്പനികളിലെ നിക്ഷേപകരും പട്ടിണിയിലാകുന്ന തൊഴിലാളികളും പലപ്പോഴും നമ്മുടെ പൗരന്മാർ തന്നെയാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലായ്പ്പോഴും മാധ്യമങ്ങളെ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്നു വരില്ല.